അപ്പൊ നിസ്കരിക്കാന്നല്ല അള്ളാഹു പറഞ്ഞത്, യുഖീമൂന സ്വലാ, നിസ്കാരത്തിന്റെ രൂപത്തിലും ഭാവത്തിലും കൊണ്ടുവരണം. യുഖീമൂന എന്ന് പറഞ്ഞാൽ വളയരുത് എന്നാണ്. യുഖീമൂന എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ എന്നാണല്ലോ. ഇഖാമത്ത് യുഖീമൂന എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ. നേർക്ക് നേരല്ലെങ്കിൽ പിന്നെ വളഞ്ഞിട്ടായിരിക്കും. വളഞ്ഞ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് പോരായ്മയുണ്ടാവും. നിസ്കരിക്കാൻ നിൽക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ. ഞാൻ പലപ്പോഴും ജമാഅത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, എത്ര ആൾക്കാർക്ക് നിസ്കാരം കിട്ടും. എല്ലാ കൂറ്റനക്കലും തൊണ്ടനക്കലും ഒച്ച ശരിയാക്കലും ഒക്കെ നിസ്കാരത്തിലാണ്. പുറത്ത് അവർക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല. കയ്യാണ് കിട്ടും. കുറെ ആൾക്കാർ ചായ അടിച്ചാണ്ടല്ലോ റായത്തിന്റെ കൂറ്റനക്കൽ ആ കൂറ്റനക്കൽ ഒക്കെ നിസ്കാരത്തിലാ. എന്നാ പുറത്ത് അവരുമായിട്ട് അരമണിക്കൂർ സംസാരിച്ച തൊണ്ടക്കൊരു ഇടർച്ച പോലും ഉണ്ടാവില്ല. കൂറ്റനക്കൽ കൊണ്ട് ആ കൂറ്റനക്കുന്നത് ഒരു ശബ്ദമായിട്ട്, ഒരു ഹർഫായിട്ട് ഇങ്ങോട്ട് മാറ്റിയാൽ, അതിനൊക്കെ ഉപകരണം ഉണ്ടല്ലോ മാറ്റാൻ. ഹർഫായിട്ട് കൊണ്ട് മാറ്റിയാൽ അർത്ഥമില്ലാത്ത രണ്ട് ഹർഫ് രണ്ടുണ്ടാകുക 20 ഉണ്ടാവും. കൊര നിയന്ത്രിക്കാൻ കഴിയാത്ത കൊരയാണെങ്കിൽ അഫു ഉണ്ട് നോക്കാം. അതിനത് നിയന്ത്രിക്കാൻ കഴിയണതാണല്ലോ, പിന്നെ എങ്ങനെ അഫു ഉണ്ടാണ്? ഇമാമ് പോലും അടിപൊളി ഓത്തുവതാണ് ഇമാമ്. ഇമാമിന് തൊണ്ടക്കൊരു ഇടർച്ച വന്നു, അവനെ ഹറമിലെ ശൈലിന് കിട്ടുക, അല്ലെങ്കിൽ മദീനത്തെ ശൈലി. അപ്പൊ ചെറിയൊരു തൊണ്ടക്ക് തകരാറ്, മുണ്ടാൻ പറ്റൂല. മുണ്ടാതെ ഓതിയാലും നിസ്കാരം ശരിയാവും, നിസ്കാരത്തിന് കുഴപ്പമില്ല. പക്ഷെ ഈ തൊണ്ട അനക്കിയിട്ട് ആ ഓത്ത് റെഡിയാക്കിയാൽ നിസ്കാരം കൊണ്ട് ബാത്തിലാകും. തൊണ്ട അനക്കാൻ നിസ്കാരത്തിൽ ആകെ പറ്റുന്ന ഒരു സന്ദർഭത്തിലാണ്. തൊണ്ട അനക്കിയാലല്ലാതെ മഖ്റജ് കിട്ടൂല. ഉറക്കെ ഓതുമ്പോഴല്ല, പതുക്കെ ഓതുമ്പോ തൊണ്ട അനക്കി റെഡിയാക്കിയാലല്ലാതെ ആ അക്ഷരം മൊഴിയാൻ കഴിയൂല. എങ്കിൽ മാത്രമേ തൊണ്ട അനക്കാവൂ. അങ്ങനെ അടിപൊളിയിൽ ഓതുമ്പോ ഇങ്ങനെ തൊണ്ടക്ക് ചെറിയ ഇടർച്ച പഠിച്ചോനെ. ബാക്കിലുള്ള ആൾക്കാരൊക്കെ എൻ്റെ ഓത്ത് മോശം റെഡിയാക്കി ആകെ പോയി. അപ്പ കയ്യേച്ച് വേറെ നിസ്കരിച്ചണം, അല്ലെങ്കിൽ മുഫാറക്കത്ത് ചെയ്ത് വാങ്ങി നിസ്കരിച്ചു പോകണം. തുറന്നിട്ട് വെറുതെ തൊടുകയാണ്, ഒരു കാര്യമില്ല. അപ്പൊ മനസ്സിലാക്കുക ആള് ജാഹിലാണ്. മസ്അലക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണ്ടേ? നിസ്കാരം എന്ന് പറഞ്ഞാൽ മസ്അലക്കനുസരിച്ച് ചെയ്യണം. ഇങ്ങോട്ടും തെറ്റാൻ പറ്റില്ല, ഒരു മാർഗം തെറ്റാൻ പറ്റില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. മുബത്തിലാത്ത് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്, കുറച്ചൊന്നല്ല, ഒരുപാട് വിഷയങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നിസ്കാരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന രീതിയിലുള്ള ചിന്ത അത് വളരെ കൂടുതലാണ്. അതിനാണ് അള്ളാഹുക്ക് സഹായിച്ച് നമ്മളെ കയ്യിലുള്ള ഉപകരണം മൊബൈൽ. അതൊന്ന് റിങ് ചെയ്താൽ അപ്പൊ പോയി മനസ്സ് എങ്ങോട്ടാ